ഞങ്ങളുടെ ക്രിസ്മസ് വില്ലേജിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഒരു ചെറിയ ടൈനി ക്രിസ്മസ് വില്ലേജിൻ്റെ ഒരു വീട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയൊരു വീട്ടിൽ നിന്നാണ്, ഒരു ചെറിയ പീസിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഇന്നിപ്പം ഉള്ള ഓൾമോസ്റ്റ് ഒരു 900 പീസസ് നമ്മളുടെ വില്ലേജ് ഡിസ്പ്ലേയിലുള്ളത് അതിലേക്ക് എത്തി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷവും ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേ പീസസ് കളക്റ്റബിൾസാണ് കൂടുതലും അത് അന്വേഷിച്ച് ഇറങ്ങാറുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഇപ്പം കൂടുതലും ഇത് മേടിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലാണ്. അതായത് ആ സമയത്ത് അത് സെയിലിൽ വരും, അല്ലെങ്കിൽ ഹെഫ്റ്റി പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ക്രിസ്മസിൻ്റെ സെയിലിൻ്റെ ടൈമിലാണ് കൂടുതലും, ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ സെയിലിൻ്റെ ടൈമിലാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത്. അങ്ങനെ കളക്ട് ചെയ്ത് കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു പീസ് മൈക്കിൾസിൽ നിന്ന് ആക്ച്വലി മേടിച്ചിട്ട് വി കെപ്റ്റ് ഇറ്റ് അണ്ടർ ആ ക്രിസ്മസ് ട്രീ ടു ബിഗിൻ വിത്ത്. അത് കഴിഞ്ഞിട്ട് ഇവൻച്വലി ഓവർ ദ ഇയേഴ്സ് നമ്മളത് ട്രീയുടെ അടിയിൽ നിന്ന് പീസസ് കൂടുന്നതനുസരിച്ച് വി സ്റ്റാർട്ടഡ് പുട്ടിങ് ദം ഓൺ ദ കിച്ചൺ കൗണ്ടർ ടോപ്പ്. അത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം 3 ലാർജ് ടേബിൾസ് വരെ എത്തി നിൽക്കുകയാണ്. സോ ദാറ്റ്സ് ഹൗ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ഒരു ശകലം കൂടെ സ്ഥലമുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ഈവൻ മോർ ബെറ്റർ എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ പീസസ് നമ്മൾ ഇവൻച്വലി കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെൻ വി സെർച്ച്ഡ് ഓർ ചെറിയൊരു റിസർച്ചൊക്കെ നടത്തിയപ്പോഴത്തേക്കിനുമാണ് മനസ്സിലായത് ഫേസ്ബുക്കിൽ ആക്ച്വലി പല ഗ്രൂപ്പുകളുണ്ട്, ക്രിസ്മസ് വില്ലേജ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പല ആൾക്കാരും, ചില ആൾക്കാർ 1 ഇയർ ഒരു ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ ദേ സെൽ ഇറ്റ്, ദേ പുട്ട് ഇറ്റ് ഓൺ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഓർ ദേ ഗിവ് ഇറ്റ് ടു എ ത്രിഫ്റ്റ് സ്റ്റോർ. അപ്പം നമ്മൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ ചെക്കൗട്ട് ചെയ്യും ഏതെങ്കിലും വാല്യുബിൾ പീസസ്, അതായത് റിട്ടയർഡ് പീസസ് ഇൻ ദ സെൻസ് ആ പീസസ് മോസ്റ്റ്ലി ഇനിയും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പം അങ്ങനത്തെ ഉള്ള കളക്ഷൻസാണ് നമ്മൾ ഈ വർഷം കൂടുതലും കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്, വിച്ച് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ സ്റ്റോർസ് റൈറ്റ് നൗ. ലീമാക്സിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് 56 അല്ലെങ്കിൽ ക്രിസ്മസ് ഇൻ ദ സിറ്റി, അതൊക്കെ റിട്ടയർഡ് പീസസ് ആണ്. അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഇപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഡൗൺ ഹിയർ ഇറ്റ്സ് നോട്ട് ഈസിലി അവൈലബിൾ. നമ്മളത് യു ഹാവ് ടു കീപ് സെർച്ചിങ് ഫോർ ഇറ്റ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആക്ച്വലി ഡു ദീസ് ഡേയ്സ്, എസ്പെഷ്യലി ഡ്യൂറിങ് ക്രിസ്മസ് സീസൺ. സാധാരണ ഇത് കളക്റ്റബിൾ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ട്രേഡിങ് ചെയ്തിട്ട് ഓരോ വർഷവും ട്രേഡിങ് ചെയ്തിട്ട് പുതിയ പീസുകൾ അടുത്ത വർഷത്തേക്ക് കളക്ട് ചെയ്യും. അപ്പോൾ അവർ അവരുടെ കുറേ വർഷങ്ങളായിട്ടുള്ള സാധനം കൊടുത്തിട്ട് ഇച്ചിരി വെറൈറ്റിക്ക് വേണ്ടി അവർ അടുത്ത വർഷം അത് പുതിയ ഒരു പീസൊക്കെ കളക്ട് ചെയ്തിട്ടാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും ട്രേഡിങ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതലേ കളക്ട് ചെയ്ത പീസുകളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. Every day I come from school, my mom comes with a new idea or new inspiration from the displays that she finds online, and it's my job to build those and basically make it come to life. So I'm in charge of like the scenes, the pawns, the little minifigures. If they break, I have to repair them. And I'm also in charge of the trains and like the setup of how they go through the tunnels and the tracks. So as soon as I come home from school, my mom will be like, oh, you have to paint this, you have to paint the mountains, you have to do this, you have to do that. And obviously I'll do it, but sometimes it'll take a while because I still have to do homework and stuff. But other than that, like I try to help out with gluing some stuff if it breaks. But most of the time, my parents, they say, you need to go because you might break stuff. I also like to bring my friends because they love to see what our house once is decorated for Christmas. They like to see the Christmas village. And during like sleepovers, we always love to like go see what's in the Christmas village and see like, oh, there's this, oh, there's that. And there's always something new to see every time. So at the beginning, when they start building it, it's complete like madness. Like
There's scraps of styrofoam everywhere. My mom's yelling at my dad, "You need to do this, you need to do that." And then both of them start yelling at us, "You need to help us with this, you need to help us with that." But at the end, it's really nice to see like the final product because it's like so nice and like it brings everyone together at the end. I'm right underneath my dad, and my mom's kind of like the visionary of the whole thing. She plans it out and she tells us exactly what to do, and my dad like sends me those requests, so I like build and my dad tells me the exact plans that he gets from my mom. ഞങ്ങളുടെ ഈ ക്രിസ്മസ് ഡിസ്പ്ലേയിലെ ഓരോ ഐറ്റവും ഓരോ മെമ്മറീസാണ്. അത് ഞങ്ങൾ ചിലപ്പം 1 മണിക്കൂർ ദൂരം പോയി കളക്ട് ചെയ്തതുണ്ടാവാം, ഒരു 5 മണിക്കൂറോളം ദൂരം വണ്ടി ഓടിച്ച് എല്ലാവരും കൂടെ പോയി വാങ്ങിച്ച ഡിസ്പ്ലേസും ഉണ്ടാവാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഞങ്ങൾക്ക് ഹോൾ ഫാമിലിക്കൊരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ്. അതേ സമയത്ത് എനിക്ക് കുറച്ച് സ്ട്രെസ്സ് തരുന്നതും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ ഞങ്ങൾ ഇതിൻ്റെ പണി തുടങ്ങിയാൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മനസ്സിലെ ചിന്ത ഇത് വന്ന് എങ്ങനെ തുടങ്ങാം, സമയബന്ധിതമായിട്ട് എങ്ങനെ പൂർത്തിയാക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. കാരണം ഞങ്ങൾ യൂഷ്വലി ഒരു താങ്ക്സ് ഗിവിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് പണി തുടങ്ങുന്നത്. ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ പതുക്കെ ഇതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യും. ഓരോ വർഷവും ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷവും പ്രചോദനവും എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് വരുന്നൊരു പുഞ്ചിരി, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ. കാരണം ഞങ്ങളുടെ പണി പകുതിയാവുന്ന സമയത്താണ് ഹാലോവിൻ ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഇവിടെ ഉണ്ടെന്നറിയാവുന്നതുകൊണ്ട് അവർ വന്ന് ഡോറിൽ റിങ് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും ഞങ്ങൾ പോയി കണ്ടോട്ടെ എന്ന്. അപ്പം പണി പകുതി ആയതേ ഉള്ളെങ്കിലും ഞങ്ങൾ അവരെയൊക്കെ കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുഖത്ത് വിരിയുന്നൊരു പുഞ്ചിരി അത് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ഒരു താങ്ക്സ് ഗിവിങ്ങിലേക്ക് തീർക്കാൻ ആണ് പണി തുടങ്ങുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കും ഹാലോവിന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് കാണാനായിട്ട്. അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷമാണ്. ഇതിൽ ചില പീസസ് നമുക്ക് ഇറ്റ്സ് ഹാർഡ് ടു ഫൈൻഡ് സം പീസസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൽ ടാർഗറ്റിൻ്റെ കടയുടെ ഒരു മോഡൽ ഷോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ വർഷം മൊത്തം നമ്മൾ വി സെർച്ച് സോ മെനി പ്ലേസസ് ഡൗൺ ദെയർ. നമ്മുടെ ഫ്രണ്ട്സ് ഡിറ്റി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി യു എസിൽ ന്യൂജേഴ്സിയിലുണ്ട്. നമ്മൾ അവരോട് വിളിച്ച് പറഞ്ഞു അവരുടെ ടാർഗറ്റിലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ടെക്സസിൽ നമ്മൾ സെർച്ച് ചെയ്തു, എന്നിട്ടൊന്നും ടാർഗറ്റിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ദർ ആർ സം പീസസ് ലൈക്ക് ദാറ്റ് which we have been looking forward for years. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രാവശ്യം ഞങ്ങളുടെ തൊട്ടടുത്ത ടാർഗറ്റിൽ ഇറ്റ് കെയിം ഡൗൺ ദെയർ. സോ ദാറ്റ്സ് വെൻ വി വെൻറ്റ് അഹെഡ് സെയിം ഡേ. ബിക്കോസ് യൂഷ്വൽ കേസസിൽ ഇങ്ങനത്തെ ചില പീസസ് ഒക്കെ വളരെ ഫ്യൂ ക്വാണ്ടിറ്റീസിൽ അവർ പ്രൊഡക്ഷൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ദേ ഡിസ്പ്ലേ ഇറ്റ്. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫൈൻഡ് സം പീസസ്. സെയിം ലൈക്ക് ഹാർലി ഡേവിഡ്സൺ ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഉള്ളത്. അത് those are all retired pieces that do not come to the market again. പിന്നെ ഇതിനകത്ത് നമുക്ക് ലീമാക്സിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, ക്രിസ്മസ് ഇൻ ദ സിറ്റിയുടെ പ്രൊഡക്ട്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് 56ൻ്റെ ഉണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ്, സം ഓഫ് വിച്ച് ആർ റിട്ടയർഡ് പീസസ്. അപ്പോൾ ഞങ്ങളിപ്പം നോക്കുന്നത് കൂടുതലും റിട്ടയർഡ് പീസസ് കളക്ട് ചെയ്യാനാണ്. കാരണം it's hard to find, and it's sort of an antique pieces which are actually quite pricey too. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സമയത്ത് എല്ലാ വർഷവും എന്തെങ്കിലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. കാരണം ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ചില പീസുകളൊക്കെ ഞാൻ എന്നോട് ഇത് തരുമ്പോൾ തന്നെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുമെങ്കിലും ഞാനൊരു പൊതുവേ ഒരു അലസനായതുകൊണ്ട് ആ കെയർ ഒന്നും നടക്കാറില്ല. അപ്പോൾ ഒരു ശരിക്കും രസകരമായൊരു സംഭവം പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ഫ്ലൈയിങ് സാന്റ അത് ഞാൻ വെച്ചു. അത് വെച്ച ശേഷം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലി ന്യൂയോർക്കിൽ നിന്ന് വന്നു. അവരെ ഒന്ന് കാണിക്കാനായിട്ട് കാണിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ ഫ്ലൈയിങ് സാന്റ എടുത്തു.
പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ പെട്ടെന്ന് തന്നെ ആ എടുത്ത കൂട്ടത്തിൽ അത് താഴെ വീണ് ഒടിഞ്ഞുപോയി. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ ഏറ്റവും അടുത്ത് എവിടെയെങ്കിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഒരു പുതിയ പീസ് എടുക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയും ഫിക്സ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ഒരു ഫെവിക്വിക്കൊക്കെ വെച്ച് ഒട്ടിച്ചു. പക്ഷേ ഒട്ടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത് മോട്ടോറൈസ്ഡാണ്, അത് കറങ്ങുന്ന ഒരു സാധനമായതുകൊണ്ട് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ പുതിയത് മേടിച്ചേ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഞാനത് ഒട്ടിച്ചു വെച്ചു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ എണ്ണിച്ച് എന്തോ പറഞ്ഞിട്ട് പുറത്ത് പോയി, കുറച്ച് ദൂരം പോകണമായിരുന്നു, പോയി ഒരു പുതിയ പീസ് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തു. അതാണിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കറങ്ങുന്ന സാന്ത. നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തപ്പം ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു വിൽ മേക്ക് 3 ഡിഫറെൻറ്റ് ക്രിസ്മസ് വില്ലേജസ്. ദ ഫസ്റ്റ് വൺ ബീയിങ് ഒരു അർബൻ സിറ്റി ഒരു സിറ്റി ഉണ്ടാക്കാം, ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാം, ഒരു സ്നോയി മൗണ്ടൻ ഉണ്ടാക്കാം. സോ വെൻ ഐ ആസ്ക്ഡ് Lijo to work on it, I said, let's just make 3 different mountains. So when he started off, he said, I'll make a 3D mountain. So I was like, I don't know what 3D mountain looks like. Appam fully work start edapam kore davasam weeks he's been cutting and trying to fix in things. But at last when he did the mountains, that's when the picture came more bright. And angane nammal ee prasham 3 different mountains ഉണ്ടാക്കിയിട്ടുണ്ട്. He is the craftsman behind the scene. മോള് ആണ് പെയിൻറ്റിങ്, എല്ലാ മൗണ്ടൻസിനും പെയിൻറ്റിങ് ചെയ്തത്. ആൻഡ് മൈ സൺ ഹീസ് ആക്ച്വലി ദ വൺ ഹൂ ഇസ് പെക്യുലിയർ, ഏത് പീസ് എവിടെ വെക്കണം എന്ന് പുള്ളിയാണ് പറയുന്നത്. സി ദിസ് ഇസ് മോർ ബെറ്റർ ഇഫ് യു പുട്ട് ഇറ്റ് ഡൗൺ ഹിയർ. ഹീ ഹാസ് മോർ സ്പെസിഫിക്സ്. അപ്പം എല്ലാവരും കൂടെ കൂടി ആൻഡ് ഓൾ ദീസ് പീസസ് ആർ വെരി ഫ്രജൈൽ ആക്ച്വലി. നമ്മളപ്പം ശരിക്ക് ടേക്ക് കെയർ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ തന്നെ വൺസ് ക്രിസ്മസ് സീസൺ ഈസ് ഓവർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ജാൻ നമ്മളിതെല്ലാം പീസസ് എല്ലാം തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പാക്കേജിങ്ങിൽ വെക്കണമെങ്കിൽ ഇറ്റ്സ് എ വെരി ടയർസം. 1-2 ദിവസത്തെ പണിയാണ്. അപ്പം ദ പാക്കിംഗ് സെക്ഷൻ യൂഷ്വലി ചെയ്യുന്നത് എൻ്റെ മദറാണ്. അപ്പം മമ്മി പാക്ക് ചെയ്യും, തിരിച്ച് നെക്സ്റ്റ് ഇയർ വരുമ്പം പിന്നെയും അൺപാക്ക് ചെയ്യുന്നതെല്ലാം മമ്മിയുടെ സെക്ഷൻ ആണ്. സോ ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട് ഫോർ ദ ഹോൾ ഫാമിലി. സോ വി സ്റ്റാർട്ട് ഏർലി, എൻഡ് ഓഫ് സെപ്റ്റംബർ, ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്ത് ടുവേർഡ്സ് ജാൻ. ദിസ് ഈസ് എ ലോങ് ടീഡിയസ് പ്രോസസ്. പിന്നെ നമുക്ക് വിസിറ്റേഴ്സ് വരുമ്പോഴോ പിള്ളേരൊക്കെ കാണാൻ വരുമ്പോഴാണെങ്കിലും ലൈറ്റ് കണക്ഷൻ നടത്തുക, ചെക്കിംഗ് ഔട്ട് ഇഫ് എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫൈൻ, ഓൾ ദോസ് തിങ്സ് അത് മക്കളാണ് യൂഷ്വലി ചെയ്യുന്നത്. അവരാണ് എല്ലാം ലൈറ്റ് കത്തിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർ ആക്ച്വലി വരുമ്പം അവരിങ്ങനെ ഓരോ സീൻസ് കാണുമ്പോൾ ദർ ഇസ് എ സർപ്രൈസ് ആൻഡ് ഗ്ലോ ഇൻ ദിയർ ഐസ്, വിച്ച് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ. ഞങ്ങൾക്ക് ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ കൂടിച്ചേരലിൻ്റെ ഒരു സമയമാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നത്. Wishing everybody a Merry Christmas from our family to all of yours.